ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു പഴയ സാധനങ്ങളുടെ സ്ഥലമാണ്. 2-3 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ സ്ഥലമാണ് കാരക്കാട് ജില്ലയിൽ. ഏറ്റവും കൂടുതൽ ഈ മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ വരുന്ന പഴയ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഫ്രിഡ്ജ്, AC, TV തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും, ഇരുമ്പ് സാധനങ്ങളും, ഇലക്ട്രോണിക്സ് ഐറ്റംസും, എല്ലാ ഐറ്റംസും ഇവിടെ വന്നിട്ടാണ്, ഇവിടുന്ന് വേർതിരിച്ചിട്ടാണ് ഇത് അസംസ്കൃത നിലയ്ക്ക് അടുത്ത സ്റ്റേറ്റുകളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നാണ്. ഇവിടെ എല്ലാ കടകളിലും ഈ വേസ്റ്റേജ് സാധനങ്ങളെ സ്ഥലമാണ്. എവിടെ നോക്കിയാൽ 2-3 കിലോമീറ്ററോളം കണ്ടു. ഈ റോഡ് അവസാനിക്കുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ബാക്കിലെ ഇതിലേക്കാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലെ സ്ഥലത്താണ് ഈ റോഡ് അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പോകണമുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ അതുവരെയാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എല്ലാ സ്ഥലത്തും വേസ്റ്റേജ്, പഴയ ബാറ്ററികൾ, പിന്നെ വാഹനങ്ങൾ, പണ്ടത്തെ TVകൾ, ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ, മിക്സികൾ, ഫാനുകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ സാധനങ്ങളുണ്ട്. കാരണം ഇവിടുന്ന് ഉപയോഗിച്ച് പോയ സാധനങ്ങളെല്ലാം വന്ന് ചേരുന്നത് ഇവിടെയാണ്. നമ്മുടെ നാട്ടിൽ വന്നില്ലേ ആൾക്കാർ, കച്ചവടക്കാരെടുത്തുകൊണ്ട് കൊണ്ടല്ലോ ഇതൊക്കെ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ഇവിടേക്കാണ്. ഇവിടെ നിന്നാണ് ഇത് നേരിട്ടിട്ട് വേർതിരിച്ച് പോകുന്നത്. ഇവിടെ അതിൻ്റെ ഒരു മെയിൻ സ്ഥലമാണ്. പക്ഷെ വേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മറ്റേ ടാക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി കുറേ കടകളിപ്പോൾ ഇവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. എന്തൊക്കെ വിഷയങ്ങൾ അതിനെപ്പറ്റി എനിക്കറിയില്ല. കുറേ കടകളിപ്പോൾ അവിടെ പൂട്ടിക്കെടുക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, ടാക്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത്. മറ്റത് അങ്ങനെയല്ലായിരുന്നു, നിറച്ച് കടകളായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ലൈസൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വീണ്ടും വരുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാവുമെന്നറിയില്ല. എന്തായാലും ഇത് നമ്മുടെ റോഡ് സൈഡിലുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഉൾഗ്രാമങ്ങളിലേക്കും ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വീട് വഴികളിലൊക്കെ ഉണ്ട്. ഇതിന് മറ്റേ കുറേ ഐറ്റംസ് ഉണ്ട്. ചില ആളുകൾ അത് ഷൂട്ട് ചെയ്യാൻ അയച്ചില്ല. എന്താണെന്നറിയില്ല. ചില അതിനുള്ളിലേക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ ബാക്കിൽ എന്നുള്ളത് അറിയില്ല. പറയാത്ത കാര്യം നമ്മൾ പറയണമില്ല ഇവിടെ വീഡിയോയിൽ. എന്തായാലും ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ഒരു സാധനം എടുക്കാൻ, ഒരു TVയിൽ ഒരു സാധനം കിട്ടാൻ വേണ്ടി പോയതാണ്. കാരണം അത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ വമ്പൻ റേറ്റാണ്. ആ ബോർഡ് കിട്ടാനില്ല. പക്ഷെ ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട്. സ്ക്രാപ്പ് റേറ്റിന് സാധനം കിട്ടി, അതും വർക്കിംഗ് ഉള്ളത്. ഡിസ്പ്ലേ പൊട്ടിയാലും ബോർഡ് വർക്കിംഗ് ആവില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി. അതേമാതിരി AC-ൻ്റെ സാധനങ്ങൾ, ബോർഡുകൾ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതേ സാധനങ്ങൾ, വാഹനങ്ങളുടെ എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ. ഇവിടെ പൊളിച്ചിട്ട് വിൽക്കണമുണ്ട്, അതേമാതിരി പീസാക്കി ഇതാക്കുന്നുണ്ട്. അതേ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം എല്ലാ സ്ഥലങ്ങളും. ഞങ്ങൾ റോഡ് സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഉള്ളിലേക്ക് പോയിട്ട് എടുത്തിട്ടില്ല. ചെറിയ പ്രശ്നങ്ങളുണ്ടായതോടുകൂടി ഇത് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 2 മാസം ആയിരിക്കുന്നു. പക്ഷേ ടാക്സിൻ്റെ സമയങ്ങളിലാണ് എടുത്തത്. ടാക്സ് വന്ന സമയത്താണ് എടുത്തത്. അതുകൊണ്ടാണ് ആൾക്കാരതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും വലിയൊരു സ്ഥലം, സ്ക്രാപ്പിന് മാത്രമായിട്ട് ഇത്രയും വലിയൊരു സ്ഥലമുള്ള. നമ്മൾ കൊടുവള്ളി പോയിട്ടുണ്ട്, മറ്റേ കോഴിക്കോട് കൊടുവള്ളി. അവിടെ ഇതേമാതിരി സ്വർണത്തിൻ്റെ കടകളാണ്. എല്ലാ കടകളും, മറ്റേ ചെറിയ കടകളും മുഴുവനും സ്വർണ്ണം വിൽക്കുന്ന കടകൾ, അതിനോട് ബന്ധപ്പെട്ട കടകളാണ്. നേരെ മറിച്ച് ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതേമാതിരിയുള്ള കടകളാണ്. അതാണ് വ്യത്യാസം. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും വേണ്ട സാധനങ്ങൾക്ക് നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കാണ്ട് ഇവിടെ വന്ന് മേടിച്ചാൽ മതി. അതിൻ്റെ പകുതി 3/4 ഭാഗം വില കുറഞ്ഞ് കിട്ടും ഇവിടെ സാധനങ്ങൾ. ഇപ്പോൾ AC-ൻ്റെ സാധനങ്ങളായാലും, മിക്സീൻ്റെ സാധനങ്ങളായാലും, എന്തിൻ്റെ സാധനങ്ങളായാലും, മോട്ടറിൻ്റെ സാധനങ്ങളായാലും, എന്ത് സാധനം ഇവിടെ വന്നാലും എനിക്ക് പുതിയതിനേക്കാളും ഒരു 70% കുറഞ്ഞ് കിട്ടും. വർക്കിംഗ് നല്ല കണ്ടീഷനിലുള്ളതാണ്. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും വിശ്വസിച്ച് മേടിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒപ്പം അറിയുന്ന ആൾക്കാർ വേണം അതിൻ്റെ. അങ്ങനെ ഞങ്ങളിത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലെത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. ഇതാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്. ഇവിടുന്ന് ഈ റോഡിന് നേരെ പോകുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ.
ഏ?